അഹങ്കാരമാടിയത്. പെമ്പിള്ളേരായാൽ ഇത്രയും അഹന്തയും തന്നെയിടം പാടില്ല. അപ്പോ അച്ഛന് ഞാൻ പറയുന്നൊന്നും വിശ്വാസമില്ല അല്ലേ? അതിന് തക്കവണ്ണ എന്ത് ഭൂകമ്പാടി ഉണ്ടായത്? ഇത്രയും കാലം വന്ന ഓരോ ആലോചനകളും പല പല കാരണങ്ങൾ പറഞ്ഞ് നീ വേണ്ടെന്ന് വെച്ചപ്പോഴും, ഈ കല്യാണത്തിന് മാത്രം തടസ്സമൊന്നും പറയാതെ നീ സമ്മതിച്ചപ്പോഴും അതിന്റെ പിന്നിൽ ഇങ്ങനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെന്ന് ഞാൻ കരുതിയില്ല. കൊച്ചൻ എന്തറിഞ്ഞണ്ടായി പറയുന്നത്? നീ മിണ്ടിപ്പോകരുത്. തള്ളയുടെ സ്ഥാനത്ത് നിന്ന് ഇവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ആന്റിയെ കുറ്റം പറയണ്ട. നിർത്തരുത് എന്റെ പ്രസംഗം. അടിച്ച് കരണക്കുറ്റി പൊട്ടിക്കും. താലി കെട്ടിയ ഭർത്താവിനെ ഓർക്കണ്ട. ആ വീട്ടിലുള്ള മറ്റുള്ളവർ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? അവര് നൊന്ത് ശപിച്ചാൽ നീയൊക്കെ ഭസ്മമായി പോവും. ഭസ്മം. നിനക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നറിഞ്ഞപ്പോ ഞാൻ ഒരുപാട് മോഹിച്ചു, സന്തോഷിച്ചു. മോളെ, നിന്റെ വാശിയിൽ ആ വീട് വിട്ടിറങ്ങി പോകുന്നത് കൊണ്ട് ജയനൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നഷ്ടപ്പെടുന്നത് നിനക്കും നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ അച്ഛനുമാണ്. അതെന്റെ മോൾ ഓർത്തു. സരസ്വതി, ഇതെല്ലാം ഇവിടെ നിർത്തോണ്ട് പോയിട്ട് എവിടെങ്കിലും കൊണ്ട് കള. ഇങ്ങനെ മനസ്സ് വിഷമിപ്പിച്ച് വല്ലതും വരുത്തി വെക്കണ്ട. ഇനി ഇത് കൂടുതൽ എന്ത് വരാനാ? താനും ഒരുപാട് ആഗ്രഹിച്ച് കാണില്ലേ ഒരമ്മൂമ്മയാകാൻ? വിധി അല്ലാതെന്താ? ഒന്നും ഓർക്കണ്ട, അതാ നല്ലത്. ആരുടെ ഭാഗത്താ തെറ്റ്, ആരുടെ ഭാഗത്താ ശരിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, രണ്ടുപേരും കളിക്കുന്നത് സ്വന്തം ജീവിതം കൊണ്ടാ. അത് അപകട. ഓടിയവനും ഓടിച്ചവനും ഒരേപോലെ കഥയ്ക്കും. അത് ജയൻ ഓർത്തോളൂ. വാശിയും വൈരാഗ്യം ഒക്കെ വിട്ടിട്ട് രാധേച്ചി വിളിച്ചോണ്ട് വന്നോട്ട് ചേട്ടാ. ഏയ്, അത് ശരിയാവില്ല. ആരും ഇറക്കി വിട്ടൊന്നുമല്ലോ, അവളായിട്ട് ഇറങ്ങിപ്പോയതല്ലേ. ആ നരകസ്വാമിനി ഒറ്റ ഒരുത്തിയ ഇതിനൊക്കെ കാരണക്കാരി. രാധികച്ചെ പിരിയേറ്റാൻ അവരുണ്ടെങ്കിൽ ജേട്ടന് പിരിയേറ്റാൻ ഉണ്ണേട്ടനും ഉണ്ടായിരുന്നല്ലോ. മിണ്ടാതിരിക്കും. നിനക്കറിയോ, ഇവനേക്കാൾ കൂടുതൽ സ്നേഹവും വാത്സല്യവും ഇവന്റെ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ആരോരുമില്ലാത്ത എനിക്ക് അവരെല്ലാമായിരുന്നു. ഒരു പാത്രത്തിലൂട്ടി ഒരു പായയിൽ ഉറക്കിയ എന്നെയും ഇവനെയും അവര് വളർത്തിയത്. ഒരുപാട് തെമ്മാടിത്തരങ്ങൾക്ക് ഇവനെ ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്. പക്ഷേ ഇത് കളിച്ച് കളിച്ച് കൈവിട്ടുപോയി. നമ്മൾ കൈവിട്ടതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. തിരിച്ചെടുക്കാനുള്ള പോവഴി ആലോചിക്കുക, അതാ വേണ്ടത്. തിരിച്ചെടുക്കാൻ പറ്റിയ രീതിയിലല്ലല്ലോ ചേട്ടാ അത്. എല്ലാം ജയന്റെ വെറും തോന്നലുകളാ. പറഞ്ഞു തീർത്താ തീരാത്ത ഒരു പ്രശ്നവും ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലില്ല. ഒരു 10-15 ഓണം ജയനേക്കാൾ കൂടുതൽ ഉണ്ടതിന്റെ അനുഭവം കൊണ്ട് പറയാ. വേണ്ട, ഇനി ഒരു കോംപ്രമൈസ് ശരിയാവില്ല. ഊണ് കഴിച്ചിട്ട് പോവാ. വേണ്ട. അച്ഛനെ കാണാനാണെങ്കിൽ വിളിക്കാം. വേണ്ട, എനിക്ക് രാധികയാണ് കാണേണ്ടത്. ഓഹോ, കൂട്ടുകാരനെ ന്യായീകരിച്ച് ഉത്തമ സുഹൃത്തിന്റെ റോൾ അഭിനയിക്കാനാണ് വന്നതെങ്കിൽ ഐ എം സോറി, എനിക്ക് കേൾക്കണമെന്നില്ല. രാധിക എന്നെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് കളഞ്ഞു. ദൗത്യം അത് തന്നെ. പക്ഷേ ജയന്റെ സുഹൃത്തായിട്ടല്ല, രാധികയ്ക്ക് ഇല്ലാതെ പോയ ഒരു സഹോദരന്റെ റോളിലാണ് ഞാനിവിടെ വന്നത്. മാപ്പർഹിക്കാത്ത തെറ്റാണ് ജയൻ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നോട് ചെയ്തതൊക്കെ ശരിയായിരുന്നു എന്ന് ഉണ്ണിക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണല്ലോ ജയൻ രാധികയെ ഭാര്യയാക്കി സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. കുറ്റബോധം തോന്നി സ്വയം കൂട്ടിക്കൊണ്ടു വന്നതല്ലെന്ന് ഉണ്ണിക്കറിയാമല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ ഒരു തേർഡ് റേറ്റ് നാടകക്കാരിയെ വിട്ട് അത് മുടക്കാൻ ശ്രമിക്കുമായിരുന്നോ? അവിടെയും വിജയം എന്റെ കൂടെ തന്നെയായിരുന്നു. ഒരാളോട് പ്രതികാരം ചെയ്യാൻ അയാളുടെ ഭാര്യയാവുക, ആ ജീവിതം നശിപ്പിക്കുക. പക്ഷെ ഒരു കാര്യം രാധിക മറന്നുപോയി. ജയന്റെ ജീവിതം നശിക്കുന്നതിനോടൊപ്പം രാധികയുടെ ജീവിതവും നശിക്കുമെന്ന്. തെറ്റിതിരുത്തി നല്ല ബുദ്ധി ഉപദേശിച്ച് തരേണ്ടവർ തന്നെ മനസ്സിൽ വിഷം കുത്തി വെക്കുമ്പോ എന്ത് ചെയ്യാൻ കഴിയുമല്ലേ? ആരുടെ വിഷം കുത്തി വെച്ചത്? വെളിയില്
ഓ അവന് ശേഷം വന്നിരിക്കുന്നു സാരോപദേശം കൊടുക്കാൻ. നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. രാധികയോട് ഭർത്താവിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഹാ, ഭർത്താവ് സ്വന്തം ഭാര്യ ഇറങ്ങിപ്പോയിട്ട് ഒന്ന് തിരിച്ചു വിളിക്കുക പോലും ചെയ്യാതെ കണ്ട അഴിഞ്ഞാട്ടക്കാരികളുടെ കൂടെ അഴിഞ്ഞാടുന്ന ഒരു ഏപ്യം ഭർത്താവിനെ അവക്ക് വേണ്ട. അത് രാധിക തീരുമാനിക്കട്ടെ. രാധിയല്ല തീരുമാനിക്കുന്നത്, ഞാനാണ്. സ്ത്രീകളെ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന നികൃഷ്ടന്മാരാണ് പുരുഷന്മാർ. അതിലൊരു തെണ്ടിയ നിന്റെ കൂട്ടുകാരൻ. കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിച്ചുകൂടെ? പോടാ, തന്ത എന്തല്ലേ ആരാണെന്ന് അറിയാൻ വയ്യാതെ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന നീയാണോടാ അവന് വക്കാലത്ത് കൊണ്ടുവരുന്നത്? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇവരൊന്നിക്കാൻ സമ്മതിക്കത്തില്ലടാ നായി. കളറ് മുക്കിയ സാരിയും ചുറ്റി തട്ടുകടയിൽ നിന്നും വാങ്ങിയ രാമായണവും കക്ഷത്തിൽ വെച്ച് സന്യാസത്തെ വെറും തോന്യാസമായി കാണുന്ന നിങ്ങൾക്ക് കുടുംബജീവിതത്തിന്റെ വിലയും പവിത്രതയും അറിയില്ല. സ്ത്രീജന്മത്തിന് ഒരുപാട് അർത്ഥങ്ങളും മാനങ്ങളും ഉണ്ട്. ഭർത്താവ്, കുട്ടികൾ, കുടുംബം, ഇതൊക്കെ കാഷായ വസ്ത്രത്തിനുള്ളിൽ അമർത്തി വെച്ച് ജീവിക്കുന്നതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് നിങ്ങൾക്ക്. പ്രായത്തിൽ മുതിർന്നവരെ അടിക്കുന്നത് പാപമാണെന്നറിയാം. പക്ഷേ എന്റെ എല്ലാ പാപങ്ങളും ഈശ്വരൻ ഇതോടെ ക്ഷമിക്കും. ഉണ്ണി, ഉണ്ണി, ഞാൻ ചെയ്യേണ്ടതാണ് നീ ചെയ്തത്. വല്ലപ്പോഴും ഇതുവഴി വരണം. ശരി സാർ. സാറിന്റെ മരുമാനല്ലേ പോകുന്നത്? ഏതാ പുറയിരിക്കുന്ന കുട്ടി? വേണേ അല്ല, താനെന്താ ഇവിടെ? വാ വാ വാ. തന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. തനിക്കിത് എന്ത് പറ്റി? പറ്റിയത് എനിക്കല്ല, തനിക്ക് തന്നെ മോനുമാ. അവനൊരു പോക്കരിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ മകളെ കെട്ടിച്ചു കൊടുത്തത്. പക്ഷെ അവനിത്ര ചെറ്റയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സൂക്ഷിച്ച് സംസാരിക്കണം. താനും തന്റെ മകനും സൂക്ഷിച്ചാ മതി. തെറ്റിയാൽ നിങ്ങളെക്കാൾ ഏറെ ചെറ്റയാണ് ഞാൻ. അതെനിക്കറിയാം. ചലിക്കാതെ കാര്യം പറ. ഒന്നും അറിഞ്ഞില്ലല്ലേ? ഒടിയന്റെ മുമ്പിൽ മായം അറിയല്ലേ മേനോനെ? മക്കള് വേണ്ടാതീനം കാണിക്കുമ്പോ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് നേരെയാക്കേണ്ടതിന് പകരം മറപിടിച്ച് കൂട്ടു നിൽക്കേണ്ട താനൊരു തന്തയാലോടൂ. താൻ അവരെ പറ്റി ആകാശപുട്ടപ്പൊക്കെ പറഞ്ഞല്ലോ. ഇതാലോടൂ അവന്റെ പൊക്കം. തന്റെ മോന്റെയും പക്ഷം പിടിച്ച് ഞാൻ എന്റെ മോളെ ഒരുപാട് കുറ്റപ്പെടുത്തി. അത് തെറ്റായി പോയിന്ന് എനിക്കിപ്പോ മനസ്സിലായി. താൻ എന്ത് മനസ്സിലാക്കിയെന്നായി പറയുന്നേ? പറയാനോ? താല് കെട്ടി പെണ്ണ് വീടിന്റെ പടി ഇറങ്ങുന്നതിന് മുമ്പ് തന്റെ മകൻ കണ്ട തേവിടിച്ചുകളുമായി അഴിഞ്ഞാടുന്നത് ഈ നാട്ടുകാരെ മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. എന്റെ കണ്ടുകൊണ്ട് ഞാൻ കണ്ടു. മകന് പെണ്ണ് കൂട്ടിക്കൊടുക്കാൻ നടക്കുന്ന താനൊരു അച്ഛനാണോ അതോ പിമ്പാണോ? എന്താണ് ചേട്ടാ? മക്കളോ അടിച്ചു പിരിച്ചു. ഈ തന്തമാരെ റോട്ടിൽ കിടന്ന് അടിയുണ്ടാക്കി നാട്ടുകാരെ കൊണ്ട് കൈകൂട്ടി ചിരിപ്പിക്കണോ? ഒന്ന് നിർത്താൻ. ഞാനല്ലേ പറഞ്ഞ എന്നെ മെനങ്ങണ്ട. ഒന്ന് നിർത്ത മെനഞ്ഞേട്ടാ. ഒന്ന് നിർത്താൻ. ആ ചെവിയെ തുള്ളിക്കോ. എന്റെ മകളെ വഞ്ചിച്ച് സൂഹിക്കാമെന്ന് കരുതിയാൽ വിടില്ലയാവുന്നതിനെയും കയ്യും കാല് തല്ലി ഒടിച്ച് കാല് കെട്ടിത്താഴ്ത്തും. വിടന്നെ. ഇന്നവന്റെ ശവം ഞാൻ വീഴിക്കും. ഒന്നും വേണ്ട, ഞാനൊന്ന് പറയട്ടെ. അവൻ പറഞ്ഞു കേട്ടില്ലേ? 1000 കുടത്തിന്റെ വായടയ്ക്കാം, ഒരു മനുഷ്യന്റെ നാവടക്കാൻ ബുദ്ധിമുട്ടാ. താൻ എന്ത് കുന്തോടോ പറയുന്നേ? അയാള് പറഞ്ഞാലും കാര്യമുണ്ട്. എന്ത് കാര്യം? ജയന്റെയും പിങ്കിയുടെയും രീതികള് അത്ര ശരിയായിട്ട് എനിക്കും തോന്നുന്നില്ല.